ഹായ് ഗൈസ്, വെൽക്കം ടു സഫീസ് ഹോം ഡയറി. അപ്പോൾ നമ്മുടെ ഇഫ്താർ റെസിപ്പീസ് ഫസ്റ്റ് റെസിപ്പിയാണിത്. കുറച്ച് വൈകിപ്പോയി, അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പിയിൽ തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സവാള ബജി സവാള വട എന്നൊക്കെ പറയും. അപ്പോൾ അതിന് വേണ്ടി 4 സവാള ഞാൻ ഇതുപോലെ നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളകാണ്. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്തേക്കുന്നത്. അതിന് പകരം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ചേർത്താലും മതി. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എല്ലാം ഇനി കുഴച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് എന്ന് പറയുന്നത് പൊടികൾ, അതായത് കടലപ്പൊടിയും പിന്നെ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. രണ്ടും ഞാൻ 1/4 കപ്പ് വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പ് അളവ് അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ ഞാനിത് കുഴച്ചിട്ട് കാണിച്ചു തരാം. ഈ ഒരു കൺസിസ്റ്റൻസി ആവണ വരെയും പൊടിയിട്ടിട്ട് കുഴച്ചെടുത്താലും മതി. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് പൊരിക്കുന്നത് ഒരുപാട് മാവിലല്ല, സവാള കൂടുതലായിട്ടുള്ള ടൈപ്പ് ബജിയാണ് നമ്മളിപ്പോൾ പൊരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുത്തേക്കണത്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വേണമെങ്കിൽ നമ്മളിത് 1 മണിക്കൂറെങ്കിലും മൂടി വെക്കണം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ ഇങ്ങനെ കുഴച്ച് വെക്കാൻ. ഇത് 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. കണ്ടോ, അപ്പോൾ ഇത് 1 മണിക്കൂറിന് ശേഷമാണ്. അപ്പോൾ അതിന് പാകമായിട്ടുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടുതൽ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇത് ഓരോന്നിങ്ങനെ വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 രീതിയിൽ നമുക്കിത് പരത്താം. ഒരു രീതിയിലാണെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചതുപോലെ കയ്യിലിങ്ങനെ കൈപ്പത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയാണ് എടുക്കേണ്ടത്. പിന്നെ വേറൊരു രീതി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അടുത്തതിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പൊരിച്ച് കഴിഞ്ഞ് ഇപ്പോൾ അടുത്തത് പൊടിക്കുകയാണ്. കണ്ടോ, ഇതുപോലെ കയ്യിൽ ആ 4 വിരലിലെടുത്തിട്ട് നമ്മുടെ മറ്റേ വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ മറ്റേ മേലോട്ട് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ പൊരിച്ചെടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ എളുപ്പത്തിലുള്ള ഉള്ളിവട അല്ലെങ്കിൽ ഉള്ളി ബജി, സവാള ബജിയോ അങ്ങനെ പല സ്ഥലത്ത് പല പേരാണ് പറയുക. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു. വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവരും ചെയ്യണതായിരിക്കും, എങ്കിലും ഞാൻ എൻ്റെ വേർഷനൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇഫ്താറിനൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓൾറെഡി ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സജഷൻസ് അറിയിക്കാം. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡയറി.